ചരിത്രകാരൻ ഡോക്ടർ കെ.എൻ. പണിക്കർ അന്തരിച്ചു. പ്രമുഖ ചരിത്രകാരനും കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ സ്ഥാപക ചെയർമാനുമായ ഡോക്ടർ കെ.എൻ. പണിക്കർ അന്തരിച്ചു. തിരുവനന്തപുരം പട്ടം എസ്.യു.ടി. ആശുപത്രിയിലായിരുന്നു അന്ത്യം. ചരിത്രരചനയിൽ മാർക്സിസ്റ്റ് രചനാരീതി സ്വീകരിച്ചിട്ടുള്ള പണിക്കർ ഇന്ത്യയിലെ തന്നെ പ്രമുഖ ചരിത്രകാരന്മാരിൽ ഒരാളായിരുന്നു. ആരോഗ്യപ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷമായി പൊതുപരിപാടികളിൽ അദ്ദേഹം സജീവമായിരുന്നില്ല. അധിനിവേശ കാലഘട്ടത്തിലെ സാംസ്കാരിക ഭൗതിക ചരിത്രമാണ് പ്രധാനമായി ഇദ്ദേഹത്തിൻ്റെ ഗവേഷണ മേഖല. ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിനെതിരെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയും ശക്തമായി ശബ്ദമുയർത്തിയിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിലാണ് കെ.എൻ. പണിക്കരുടെ മിക്ക ഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. മലബാർ കലാപത്തിനെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ മലബാർ കലാപം പ്രഭുത്വത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമായി. സാമ്രാജ്യത്വത്തിനും പ്രഭുത്വത്തിനുമെതിരെ കർഷക ജനത നടത്തിയ പോരാട്ടത്തിൻ്റെ ചരിത്രത്തെ വിശദീകരിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന പുസ്തകമായിരുന്നു ഇത്. ഗുരുവായൂർ തൈക്കാട്ട് കണ്ടിയൂർ വീട്ടിൽ കൃഷ്ണൻ നായരുടെയും ഇച്ചുകുട്ടി അമ്മയുടെയും മകനായി 1936 ജനനം. ചാവക്കാട് ബോർഡ് ഹൈസ്കൂൾ, പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ്, രാജസ്ഥാൻ സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്നാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ചരിത്ര വിഭാഗം അധ്യാപകനായി. വകുപ്പ് മേധാവിയായും സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൻ്റെ ഡീനായും ആർക്കൈവ്സ് ഓഫ് കണ്ടംപററി ഹിസ്റ്ററിയുടെ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിദേശ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറായിരുന്നു. നിലവിൽ കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കൾച്ചറൽ ആൻഡ് കോൺഷ്യസ്നസ് ഇൻ മോഡേൺ ഇന്ത്യ, ബ്രിട്ടീഷ് ഡിപ്ലോമസി ഇൻ നോർത്ത് ഇന്ത്യ, കൾച്ചറൽ ഐഡിയോളജി ആൻഡ് ഹെഗിമണി, കമ്മ്യൂണൽ ത്രെഡ്, സെക്യുലർ ചലഞ്ച്, കണ്ടംപററി ഇന്ത്യ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്സ് മുതലായ ഗ്രന്ഥങ്ങൾ കൂടാതെ നിരവധി പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. 2017 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു.